ഗ്രൂപ്പ് തർക്കങ്ങളും അതോടൊപ്പം തന്നെ നേതാക്കൾ അവരവരുടെ ഒപ്പം നിൽക്കുന്ന MLA-മാർക്ക് വേണ്ടി വാശി പിടിക്കുന്നതും തുടരുകയാണ് എന്നുള്ളതാണ് ഈ നിമിഷവും പറയാനുള്ളത്. സത്യപ്രതിജ്ഞ നാളെ നടക്കാനിരിക്കെ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. നിലവിൽ 8 മന്ത്രിമാരുടെ പേരുകളിൽ മാത്രമാണ് കോൺഗ്രസിൽ ധാരണയായിരിക്കുന്നത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, AP അനിൽകുമാർ, K മുരളീധരൻ, PC വിഷ്ണുനാഥ്, M ലിജു, ബിന്ദു കൃഷ്ണ, ചാണ്ടി ഉമ്മൻ എന്നിവരാണ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. സ്പീക്കർ സ്ഥാനത്തേക്ക് ഇല്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായേക്കുമെന്നുള്ള നിർണായകമായ ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. KPCC-യിലെ നിർണായക ചർച്ചകൾക്ക് ശേഷം 3:30-ഓടെ മന്ത്രിസഭ പട്ടിക കൈമാറാനാണ് ഇപ്പോൾ നീക്കമുള്ളത്. എന്നാൽ ഗവർണറെ കാണാൻ ഇതുവരെ സമയം തേടിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും എന്താണ് കോൺഗ്രസിന്റെ അവസാനവട്ട ചർച്ച എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുകയാണ്, ഒപ്പം RB സനൂപും തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സെയ്ഫിലേക്ക് ആദ്യം പോവുകയാണ്. സെയ്ഫ്, ഇനിയിപ്പോൾ സമയം ഇങ്ങനെ അടുത്തു വരികയാണ്, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 24 മണിക്കൂറിനകം മന്ത്രിമാരെല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കേണ്ടതാണ്. ഇപ്പോഴും ആരൊക്കെയാണ് മന്ത്രിമാർ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസിനായിട്ടില്ല. നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ A ഗ്രൂപ്പ് I ഗ്രൂപ്പ് എന്ന് മാത്രമായിരുന്നു. ഇതിപ്പോൾ KC പക്ഷം, VD പക്ഷം, RC പക്ഷം, അതിനപ്പുറത്തേക്ക് സാമുദായിക സമവാക്യങ്ങൾ. 8 പേരെ ഉറപ്പിച്ചെന്ന് പറയുന്നു. 1-2 സ്ലോട്ടുകൾ മാത്രമായിരിക്കും ഇനിയും ബാക്കിയുണ്ടാവുക. അതിനുവേണ്ടിയുള്ള ഒരു പിടിവലി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താകും സെയ്ഫ്? ഒരു 3:30-ക്കുള്ളിൽ ഏതാണ്ട് തീരുമാനമാകുമോ? മഹേഷ്, 24 മണിക്കൂർ ഇല്ല, അതാണ് വസ്തുത. നാളെ രാവിലെ 10 മണിക്കാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ നടക്കേണ്ടത്. അതുകൊണ്ട് 24 മണിക്കൂർ സമയമില്ല. ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ്. 3:30-യോടുകൂടി ഗവർണറെ കാണാം എന്നുള്ളതാണ് നിലവിലെ ആലോചന. ഇന്ന് ഉച്ചയോടുകൂടി നൽകാം പട്ടിക എന്നുള്ളതായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി ആലോചിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം മാത്രം തീരുമാനമെടുത്താൽ കഴിയുന്ന കാര്യങ്ങളല്ല കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. അത് വിവിധ തരത്തിലുള്ള സമവാക്യങ്ങൾ കൃത്യമായി വരണം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നേതാക്കന്മാരുടെ പിടിവലി ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ പോലും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം സാമുദായിക സമവാക്യങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ്. ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് ആരൊക്കെ വരണം എന്നുള്ള ധാരണ ഏകദേശം ഉണ്ടായിട്ടുണ്ട്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറാക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം അതിന് ഇതുവരെ വഴങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട പദവി മന്ത്രിസഭയിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട പദവി ഉണ്ടാകും എന്ന് അനുമാനിക്കാം. K മുരളീധരൻ ആരോഗ്യവകുപ്പുമായിട്ട് അദ്ദേഹം വരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. AP അനിൽകുമാറിന് എക്സൈസും ടൂറിസവും ലഭിക്കും എന്നാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. PC വിഷ്ണുനാഥിന് ഉന്നത വിദ്യാഭ്യാസമാണ് ആലോചിക്കുന്ന ഒരു കാര്യം. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വിജിലൻസ്. അതിന് ഭൂരിപക്ഷ സമുദായങ്ങളുമായി ബന്ധപ്പെട്ട ഏകദേശ ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ബിന്ദു കൃഷ്ണ ഉണ്ടാകും, അതുപോലെ തന്നെ M ലിജു ഉണ്ടാകും. ഈഴവ സമുദായത്തിൽ നിന്ന് അവരുടെ പ്രാതിനിധ്യം അങ്ങനെ ഉണ്ടാകും എന്ന് പറയാം. പിന്നീടുള്ളത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന്, മുസ്ലിം സമുദായത്തിൽ നിന്ന് ആരുണ്ടാകും എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. നേതാക്കന്മാരുടെ പിടിവലി ഒരു സ്ഥലത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അത് സൂചിപ്പിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അൻവർ സാദത്തിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ സമ്മർദ്ദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. RC സമ്മർദ്ദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമ്മർദ്ദത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അയവ് അദ്ദേഹം വരുത്തിയിട്ടില്ല. RC അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. IC ബാലകൃഷ്ണന് വേണ്ടി സമാനമായ രീതിയിലുള്ള സമ്മർദ്ദം അദ്ദേഹം ചെലുത്തുന്നുണ്ട്. അപ്പോ അൻവർ സാദത്ത് വരികയാണെന്നുണ്ടെങ്കിൽ T സിദ്ദീഖിനെയും ഷാനിമോൾ ഉസ്മാനെയും ഒരേ രീതിയിൽ എങ്ങനെ പരിഗണിക്കും, മന്ത്രിസഭയിൽ എങ്ങനെ പരിഗണിക്കും എന്നുള്ളതാണ്. T സിദ്ദീഖിന് വേണ്ടി KC വേണുഗോപാൽ ഉണ്ട്. അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാനിന് വേണ്ടി VD സതീശൻ ഒരു സമ്മർദ്ദം ചെലുത്തുന്നു. അവരെ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കാം എന്ന ആലോചന നടന്നെങ്കിലും അത് പൂർണ്ണ തോതിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് അങ്ങനെ 3 പേരെ പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു ആശങ്കയായിട്ട് കോൺഗ്രസിന് മുന്നിൽ നിൽക്കുകയാണ്. അത് പരിഹരിക്കുക, ആ കുരുക്കഴിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് ഒന്നുകിൽ നേതാക്കന്മാർ പിന്നോട്ട് പോകണം. ഇപ്പോൾ രമേശ് ചെന്നിത്തല കുറച്ച് പിന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അൻവർ സാദത്തിനെ മാറ്റിക്കൊണ്ട് T സിദ്ദീഖിനോ ഷാനിമോൾ ഉസ്മാനെയോ കൊടുക്കാം. പക്ഷേ അത് അങ്ങനെ പിന്നോട്ട് പോകുന്നില്ല. ഈ 3 നേതാക്കന്മാരും ഇപ്പോൾ T സിദ്ദീഖുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വം തന്നെ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി തന്നെ ഇടപെട്ടു എന്ന തരത്തിലുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ T സിദ്ദീഖ് ചിലപ്പോൾ ആയേക്കാം. അപ്പോൾ അൻവർ സാദത്തിനെ മാറ്റി നിർത്തേണ്ടി വരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഷാനിമോൾ ഉസ്മാൻ ഇപ്പോഴും അതിനകത്ത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ എന്നതിനപ്പുറത്തേക്ക് മറ്റ് ചർച്ചകൾ പോയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എൻ ശക്തൻ മന്ത്രിസ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് വലിയ സമ്മർദ്ദം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലും മുഖ്യമന്ത്രിയായ VD സതീശന് മുന്നിലും വെച്ചിരിക്കുകയാണ്. ആ സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം ഇവർക്ക് മുന്നിലുണ്ട്. കാരണം തിരുവനന്തപുരത്ത് നാടാർ സമുദായത്തിന് വേരോട്ടമുള്ള സ്ഥലങ്ങളിലെ സീറ്റുകളിലെല്ലാം വലിയ വിജയം കോൺഗ്രസിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. അവർക്ക് വേരോട്ടമുള്ള വിജയത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളുള്ള മണ്ഡലങ്ങളുണ്ട്, 5 മണ്ഡലങ്ങളുണ്ട്. ആ 5 മണ്ഡലങ്ങളിലും മികച്ച വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ നാടാർ സമുദായത്തിന്റെ ഒരു സമ്മർദ്ദം അതിനകത്തുണ്ട്.
എൻ ശക്തന്റെ സമ്മർദ്ദം അതിന് മേലുണ്ട്, മുതിർന്ന നേതാവാണ് എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്.